നെല്ല് സംഭരണത്തിൽ ഇടനിലക്കാരുടെ ചൂഷണമാണ് നെൽകർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിൽ നെല്ല് കൊയ്ത പാടത്തു നിന്നും സംഭരിക്കുന്ന ഘട്ടമെത്തുമ്പോൾ ഒരു പതിർ പോലും ഇല്ലെങ്കിലും കിൻഡലിന് 2 കിലോ കിഴിവ് ആവശ്യപ്പെട്ട് ഇവർ നടത്തുന്ന വിലപേശൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാക്കുന്നത്. കോട്ടയത്ത് തിരുവാർപ്പ് ജെ ബ്ലോക്ക് 9000 പാടശേഖരത്തിലും ഈ കൊള്ളയാണ് ഇടനിലക്കാർ ആവശ്യപ്പെടുന്നത്. മാനത്ത് മഴക്കാർ കയറുമ്പോൾ സിൽവിയെപ്പോലുള്ള കോട്ടയം കാഞ്ഞിരം മലരിക്കലിലെ ജെ ബ്ലോക്ക് 9000 പാടശേഖരത്ത് പുഞ്ചകൃഷി നടത്തിയ കർഷകരുടെ നെഞ്ചിൽ തീയാണ്. വേനൽമഴ പെയ്താൽ ഇവരുടെ 6 മാസത്തെ കഠിനാധ്വാനമാണ് വെള്ളത്തിലാകുക. കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ പാടശേഖരങ്ങളിൽ ഏറ്റവും ഗുണമേന്മയുള്ള നെല്ലാണ് ജെ ബ്ലോക്ക് 9000 പാടശേഖരങ്ങളിലടക്കം വിളയുന്നത്. ഇത്തവണയും പുഞ്ചകൃഷിയിൽ മികച്ച വിളവ് തന്നെ പ്രതീക്ഷിച്ചുവെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏക്കറിന് 25 മുതൽ 30 കിൻഡൽ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ 15 മുതൽ 18 കിൻഡൽ നെല്ല് വരെ മാത്രമാണ് വിളഞ്ഞത്. ഈ നഷ്ടത്തിനിടയിലാണ് കിഴിവ് ആവശ്യപ്പെട്ട് ഇടനിലക്കാരുടെ ചൂഷണമടക്കവും നടക്കുന്നത്. സമീപത്തെ തിരുവായ്ക്കരി പാടശേഖരത്തിലെ നെല്ല് സംഭരണം പോലെ തന്നെ കിഴിവില്ലാതെ തന്നെ ജെ ബ്ലോക്ക് 9000 പാടശേഖരത്തെയും നെല്ല് മില്ലുകാർ സംഭരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നുവെങ്കിലും തീരുമാനമായിരുന്നില്ല. 1850 ഏക്കറോളം വരുന്ന ജെ ബ്ലോക്ക് 9000 പാടശേഖരത്തിൽ ഏകദേശം 600-ലധികം കർഷകർ ചേർന്നാണ് ഇത്തവണയും കൃഷി ഇറക്കിയിരിക്കുന്നത്. പകുതിയോളം പാടശേഖരത്തെ കൊയ്ത്ത് നിലവിൽ പൂർത്തിയായിട്ടുമുണ്ട്. ഇവയെല്ലാം പാടശേഖരങ്ങളിലും റോഡരികളിലുമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ വേനൽമഴ പെയ്യുമോ എന്നുള്ള ആശങ്കയാണ് ഇവരുടെ ആശങ്കയേറ്റുന്നത്. ഇത്തവണത്തെ വിളവും കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം വെള്ളത്തിന് നേരെ ഉപ്പുരസം ഉണ്ടായിരുന്നു. അതിൻ്റേതായ വിളവും കുറവാണ്. മറ്റേ ഞങ്ങൾക്ക് 25 മുതൽ 20 മുതൽ 25, 28, 30 കിൻഡൽ വരെയും കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഞങ്ങൾക്ക് ഇത്തവണ 14 കിൻഡൽ 15 കിൻഡൽ നെല്ലാണ് ഞങ്ങൾക്ക് ഇത്തവണ കിട്ടിയത്. അതിനകത്തുനിന്ന് കിഴിവും പോയി. പിന്നെ ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ കൂലി കൊടുത്തിട്ടാണ് ആ നെല്ല് മറിച്ച് കുത്തിയത്. അപ്പോൾ അങ്ങനെ മറിച്ച് കുത്തുമ്പോൾ കുറേയെല്ലാം കെളുത്തു പോകും. അതെല്ലാം നമ്മൾ മാറ്റണം. ഇങ്ങനെ നമുക്ക് നല്ല നെല്ലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ ഇനി കിഴിവ് ആവശ്യപ്പെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കർഷകരെ നിരുത്സാഹപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയാണ് ഇപ്പം. നമുക്ക് അന്നം വിളമ്പുന്നവരാണ് നെൽകർഷകർ. കഴിഞ്ഞ മാർച്ച് 1-ന് കൊയ്ത്താരംഭിച്ച പാടശേഖരത്തു നിന്നും 2 ആഴ്ച പിന്നിട്ടിട്ടും ഇതുവരെയും നെല്ല് കയറിപ്പോയിട്ടില്ല. ഇടനിലക്കാരുടെ ചൂഷണം അത് അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം വർഷങ്ങളായി ഈ പാവങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഇതിനോട് കണ്ണടയ്ക്കുന്നത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരം കൂടിയാണ് കാഞ്ഞിരം ജെ ബ്ലോക്ക് 9000. തുടക്കത്തിൽ 3 കിലോ കിഴിവ് വേണമെന്നായിരുന്നു മില്ലുടമകൾ ആവശ്യപ്പെട്ടിരുന്നത്. കർഷകർ ഈ ആവശ്യം നിരാകരിച്ചതോടെ നെല്ല് സംഭരണം തടസ്സപ്പെട്ടു. തുടർന്ന് അധികൃതരുമായി ചർച്ച നടന്നുവെങ്കിലും കിൻഡലിന് 2 കിലോ കിഴിവ് വേണമെന്നുള്ള ആവശ്യത്തിൽ മില്ലുടമകളും ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു പതിരുപോലുമില്ലാത്ത ഈ നെല്ലിൽ എന്തിന് കിഴിവ് വേണമെന്നാണ് ഇവരുടെ ചോദ്യം. വേനൽമഴ ഇനി ഏതു നിമിഷവും പെയ്യാം. അതിനു മുമ്പ് ഈ നെല്ലേറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നെൽകർഷകരുടെ ഉള്ളിലായിരിക്കും അതൊരു സങ്കട പെരുമഴയായി വീഴുക. ക്യാമറാമാൻ ബിനു മോഹനോടൊപ്പം അഞ്ജു, AC ന്യൂസ്, കോട്ടയം.